വെള്ളത്തിലും ഭൂമിയിലും ജീവിക്കുന്ന ജീവികളുടെ DNA എടുത്തുകൊണ്ട് പുതിയൊരു ക്രീച്ചറിനെ ഉണ്ടാക്കുന്നു. പക്ഷെ അത് മാത്രം പറ്റില്ല, കൂടെ മനുഷ്യന്റെ DNAയും കൂടി ചേർത്താലേ ഒന്ന് ഹീറോയിനും ഹീറോയും ഓർക്കും. അങ്ങനെ അവർ അതും ചേർത്തുകൊണ്ട് പുതിയ ക്രീച്ചറിനെ ഉണ്ടാക്കും. പക്ഷെ അത് കാരണം ഇവരുടെ ലൈഫിൽ നടന്നതാണെങ്കിലോ വലിയ പ്രശ്നങ്ങളായിരുന്നു. ആ ക്രീച്ചറിന്റെ നിഗൂഢതകൾ എന്തൊക്കെയായിരിക്കും, പിന്നീട് എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാകുക? പറഞ്ഞു വന്നത് 2009 ഇറങ്ങിയ സ്പ്ലൈസ് എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് പടത്തിലെ ഹീറോയിനെയും ഹീറോയുമാണ്. രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണ്. രണ്ടുപേരും സയൻറ്റിസ്റ്റുമാണ്. ഇവരുടെ ഇപ്പോഴത്തെ പണി എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയ മെഡിസിൻ കണ്ടുപിടിക്കാനായി വെള്ളത്തിലുള്ള ജീവിയുടെയും മണ്ണിലുള്ള ജീവിയുടെയും DNA ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു ക്രീച്ചറിനെ ഉണ്ടാക്കുന്നതാണ്. ഇവർ അങ്ങനെ ഒരു ക്രീച്ചറിനെ ഉണ്ടാക്കുകയും ചെയ്യും. ഒന്നിൻ്റെ പേര് ഫ്രെഡ് എന്നും മറ്റൊന്നിൻ്റെ പേര് ജിഞ്ചർ എന്നുമാണ്. ഒരു ക്രീച്ചർ പെണ്ണും മറ്റൊന്ന് ആണുമാണ്. അങ്ങനെ രണ്ടിനെയും അവർ ഒരു കൂട്ടിലേക്ക് വിടും. കൂട്ടിൽ കിടന്ന് രണ്ട് ക്രീച്ചറും ബ്രീഡ് ചെയ്യുന്നതായിട്ടും നമ്മളെ കാണിക്കും. ഹീറോയിനും ഹീറോയും വർക്ക് ചെയ്യുന്നത് ഒരു കമ്പനിയുടെ കീഴിലാണ്. രണ്ടുപേരും കൂടി ആ കമ്പനിയുടെ മാനേജറായിട്ടുള്ള ജോവാന എന്ന ലേഡിയെ കാണാനായി പോകും. ഈ ടൈമിൽ അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ബാർലോ എന്ന മറ്റൊരാളെയും നമ്മളെ കാണിക്കും. ജോവാന രണ്ടുപേരോടും പറയും, ഈ പരീക്ഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലെത്തിയാൽ നിങ്ങൾക്ക് അതോടെ ഇത് നിർത്താമെന്ന്. അങ്ങനെയാണ് മുകളിൽ നിന്നുള്ള ഓർഡർ എന്ന്. പക്ഷേ ഹീറോയിനാണെങ്കിലോ ഇതോടെ ഇത് നിർത്തണമെന്നില്ലായിരുന്നു. ഹീറോയിന് മനുഷ്യന്റെ DNAയും കൂടി ഇതിലേക്ക് ആഡാക്കണമായിരുന്നു. പക്ഷേ ഇത് കേട്ട ജോവാന പറയും, നമ്മുടെ നിയമപ്രകാരം മനുഷ്യന്റെ DNA ഉപയോഗിക്കാൻ പാടില്ലെന്ന്. മനുഷ്യന്റെ DNA ഉപയോഗിക്കാൻ ഗവൺമെന്റിൽ നിന്ന് അപ്രൂവ് കിട്ടില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഇതോടെ ഇത് നിർത്തിയേക്കണമെന്നും ജോവാന പറയും. പക്ഷേ ഇത് കേട്ട ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കാരണം ഹീറോയിന് മനുഷ്യന്റെ DNA ഉപയോഗിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ കമ്പനി അറിയാതെ അത് ചെയ്യാനായി തുടങ്ങും. ഒരു വഴിയുമില്ലാതെ ഹീറോ കൂടെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഹീറോയിനാണെങ്കിലോ ഹീറോ പോലും അറിയാതെ അവളുടെ തന്നെ DNA എടുക്കും. എന്നിട്ട് അത് ആ DNAയുമായി മാച്ചാകുന്നുണ്ടോ എന്ന് നോക്കും. പക്ഷേ മൃഗത്തിന്റെ DNAയുമായി മനുഷ്യന്റെ DNA മാച്ചാകുന്നില്ലായിരുന്നു. അങ്ങനെ അവർ കുറെ ട്രൈ ചെയ്ത ശേഷം ഒടുവിൽ അത് നടക്കുകയും ചെയ്യും. ഹീറോയിൻ നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷേ ഹീറോയ്ക്ക് ഈ ഫോർമുല തുടങ്ങിയപ്പോൾ മുതൽ അത് നടത്തണമെന്നുണ്ടായിരുന്നു. പുതിയതായി കണ്ടുപിടിച്ച DNA ഹീറോയിൻ ഒരു ഫ്രീസറിലേക്ക് വെക്കും. പക്ഷേ ഈ ടൈമിലും ഹീറോയ്ക്ക് അത് ചെയ്യണമെന്നില്ലായിരുന്നു. ഹീറോയ്ക്ക് താല്പര്യമില്ലെന്ന് പിടികിട്ടിയ ഹീറോയിൻ ലാബിന് പുറത്ത് ഹീറോയെ ലോക്ക് ചെയ്യും. ഹീറോയിനകത്തേക്ക് കയറി പരീക്ഷണം ചെയ്യാനായിട്ടും തുടങ്ങും. ഈ പരീക്ഷണം നടത്താൻ എന്തായാലും ഒരു എഗ്ഗ് വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഇവർ അത് ഉണ്ടാക്കും. അങ്ങനെ ഹീറോയിൻ അത് നടത്തും. പിന്നീട് ഹീറോയിൻ എങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഹീറോയെ പറഞ്ഞ് മനസ്സിലാക്കും. പിന്നീട് രണ്ടുപേരും ആ ക്രീച്ചർ വളരുന്നത് നോക്കി നിൽക്കും. ഈ ക്രീച്ചറിനെ അവർ ഒരു ലിക്വിഡിലാക്കി വലിയൊരു ഗ്ലാസ് പെട്ടിയിലാണ് ഇട്ടുവെച്ചിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഹീറോയും അവന്റെ ഫ്രണ്ടായ കെവിനും ആദ്യം അവർ ഉണ്ടാക്കിയ ആ ക്രീച്ചറിനെ നോക്കി നിൽക്കുന്നതാണ്. അതായത് ഫ്രെഡും ജിഞ്ചറിനെയും, നീ പേടിക്കണ്ട, നീ പെട്ടെന്ന് തന്നെ വലിയൊരാളാകുമെന്ന് കെവിൻ ഹീറോയോട് പറയും. പിന്നീട് ഹീറോയും വീട്ടിലേക്ക് പോകും. ഹീറോയിൻ ആ ടൈമിൽ പുതിയൊരു ഫ്ലാറ്റ് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോയ്ക്ക് ഈ ഫ്ലാറ്റിൽ നിന്ന് മാറാൻ അത്ര താല്പര്യമില്ലായിരുന്നു. അങ്ങനെ രണ്ടുപേരും മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കുമ്പോഴാണ് ഹീറോയ്ക്ക് പെട്ടെന്ന് അലേർട്ട് വന്നത്. ഇത് കണ്ട് രണ്ടുപേരും ലാബിലേക്ക് ഓടിപ്പോകും. ആ ക്രീച്ചർ ചില്ല് പൊട്ടിച്ച് പുറത്തേക്ക് പോകാൻ നോക്കുന്നു എന്നതായിരുന്നു അലേർട്ട്. രണ്ടുപേരും അവിടെ ചെല്ലുമ്പോഴോ ആ ക്രീച്ചർ വളരെ പെട്ടെന്ന് വളർന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും പെട്ടെന്ന് വളരുമെന്നും രണ്ടുപേരും പ്രതീക്ഷിച്ചതേയില്ല. ആ ക്രീച്ചറിന് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഹീറോയിൻ ആ ഗ്ലാസിനകത്തേക്ക് കൈ കടത്തും. അപ്പോഴാണ് ആ ക്രീച്ചർ ഹീറോയിൻ്റെ കയ്യിൽ കടിക്കുന്നത്. ഇത് കണ്ട ഹീറോ ആ ലിക്വിഡ് തുറന്നു വിട്ട ശേഷം ആ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കും. ആ ക്രീച്ചർ വെളിയിൽ വന്നിട്ടുമുണ്ടായിരുന്നു. പക്ഷെ അതൊട്ടും അടങ്ങിയിരിക്കുന്നില്ലായിരുന്നു. മൊത്തത്തിൽ കിടന്ന് പിടയ്ക്കുകയായിരുന്നു. ഇത് കണ്ട ഹീറോ ആ ക്രീച്ചറിനെ ഒരു പെട്ടിയിലേക്കാക്കും. ഈ ടൈമിലാണ് ഹീറോയിന് ഫിക്സ് വരുന്നത്. ഇത് കണ്ട ഹീറോ പെട്ടെന്ന് ഹീറോയിന് ഇഞ്ചക്ഷനും കൊടുക്കും. അങ്ങനെ രണ്ടുപേരും ആ ക്രീച്ചറിനെ ഒരു പെട്ടിയിലേക്കാക്കും. പിന്നീട് വീട്ടിലേക്ക് പോയി ഉറക്കമെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ലാബിലേക്ക് പോകാനായും തുടങ്ങും. ഈ ടൈമിൽ ഹീറോയ്ക്ക് ആ ക്രീച്ചറിനെ കൊലപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോയിൻ എങ്ങനെയൊക്കെ അത് തടുത്തു നിർത്തും. അങ്ങനെ രണ്ടുപേരും ലാബിലേക്ക് എത്തി പെട്ടിയുടെ അകത്ത് നോക്കുമ്പോഴോ ആ ക്രീച്ചറിന് അനക്കമൊന്നുമില്ലായിരുന്നു. അത് ചത്തുപോയി എന്ന് ഹീറോയിനും ഓർക്കും. പക്ഷെ അത് വെറും ഇറച്ചി മാത്രമായിരുന്നു. അതിൽ നിന്ന് ആ ക്രീച്ചർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ എന്തോ ശബ്ദവും എന്തോ ഒന്ന് തട്ടിമറിച്ചിടുകയും ചെയ്യും. ഹീറോയിൻ പുറകിലേക്ക് നോക്കുമ്പോഴോ ആ ക്രീച്ചർ തലകീഴായി കിടക്കുകയായിരുന്നു. അത് ഹീറോയിനെ നോക്കി ഒച്ചയുണ്ടാക്കുകയും ചെയ്യും.
ആ ക്രീച്ചർ ഒട്ടും അടങ്ങിയിരിക്കുന്നില്ലായിരുന്നു, ഒട്ടും ശാന്തമാകുന്നില്ലായിരുന്നു. അവിടെയുള്ള എല്ലാ സാധനങ്ങളും അത് തട്ടിമറിച്ചിടും. ഈ ടൈമിൽ ഹീറോ പുറത്തായിരുന്നു, ഹീറോയിനകത്തും. ഹീറോയിൻ വിഷബാധ ഏൽക്കാതിരിക്കാനുള്ള മാസ്കും വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ അവിടെയുള്ള വിഷവായു ഓണാക്കാമെന്നോർക്കും, ആ ക്രീച്ചറിനെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്താമെന്നോർക്കും. പക്ഷേ ഇത് പിടികിട്ടിയ ഹീറോയിൻ അവൾ വെച്ചിരിക്കുന്ന മാസ്കും അഴിക്കും. ഹീറോയിൻ ആ ക്രീച്ചറുമായിട്ട് ഒന്ന് ഇടപഴകാനായി നോക്കും. ആ ടൈമിൽ അത് പതിയെ ശാന്തമാകുന്നുമുണ്ടായിരുന്നു. ഈ ടൈമിൽ അകത്തേക്ക് വന്ന ഹീറോ അതിനെ കൊലപ്പെടുത്താനായി നോക്കും. പക്ഷേ ഹീറോയിൻ എങ്ങനെയൊക്കെയോ ഹീറോയെ പറഞ്ഞ് തടുത്ത് നിർത്തുകയും ചെയ്യും. രണ്ടുപേരും വെളിയിലേക്ക് പോയ ശേഷം വീണ്ടും അടിയുണ്ടാക്കും. ഹീറോ ആ ക്രീച്ചറിനെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്തണമെന്നൊക്കെ പറയും. അവൾ എങ്ങനെയെങ്കിലും ആ ക്രീച്ചറിനെ കൺട്രോൾ ചെയ്തോളാമെന്ന് പറയും. പിന്നീട് ഹീറോയിൻ അകത്തുള്ള മയക്കുമരുന്ന് ഓഫ് ആക്കുകയും ചെയ്യും. അകത്ത് മയങ്ങിക്കിടന്ന ആ ക്രീച്ചറിനെയും എടുത്തുകൊണ്ടുപോയി രണ്ടുപേരും ചെക്ക് ചെയ്യും. ആ ടൈമിലാണ് അറിയുന്നത് ഈ ക്രീച്ചർ പെട്ടെന്ന് വളർന്നു വരുന്നുണ്ടെന്ന്. സാധാരണ ഒരു ജീവിക്ക് മാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന വളർച്ച ഈ ജീവിക്ക് നിമിഷങ്ങൾ കൊണ്ടുണ്ടാകുന്നുണ്ടായിരുന്നു. ഇത്രയും പെട്ടെന്ന് വളർന്നാൽ ആ ക്രീച്ചറിന് പെട്ടെന്ന് പ്രായമാകും, പെട്ടെന്ന് മരണപ്പെടുമല്ലോ എന്നൊക്കെ ഹീറോയിന് ഓർക്കുകയും ചെയ്യും. രണ്ടുപേരും ഇത് ഇല്ലീഗലായിട്ടാണ് നടത്തുന്നത്, അതോ മറ്റാരും അറിയാതെ ആ കമ്പനിയുടെ അകത്ത് തന്നെയാണ് ഇവർ ഇത് നടത്തുന്നതും. ഈ കമ്പനിയിൽ തന്നെയാണ് മൂവിയുടെ തുടക്കം കാണിച്ച ജിഞ്ചറും ഫ്രെഡും എന്ന ആ രണ്ട് ക്രീച്ചറിനെയും ഉണ്ടാക്കിയത്. അങ്ങനെ ഇവിടെ ഹീറോയും കെവിനും ആ രണ്ട് ക്രീച്ചറിനെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ ടൈമിലാണ് മുകളിലുള്ള മുറിയിൽ നിന്ന് ആ പുതിയ ക്രീച്ചറിന്റെ ശബ്ദം കേൾക്കുന്നത്. ഇത് കേട്ട ഹീറോ ഈ ശബ്ദം കെവിൻ കേൾക്കാതിരിക്കാൻ വേണ്ടി അവിടെയുള്ളൊരു പാട്ട് പ്ലേ ചെയ്യും. അതുകൊണ്ട് തന്നെ കെവിൻ അത് കേൾക്കത്തുമില്ല. പിന്നീട് ഹീറോയും ആ ക്രീച്ചറിന് ഫുഡ് കൊടുക്കാനായി നോക്കും. പക്ഷെ എത്ര കൊടുത്തിട്ടും അത് കഴിക്കുന്നില്ലായിരുന്നു. രണ്ടുപേരും പിടിച്ചു കെട്ടി ഫുഡ് കൊടുക്കും, പക്ഷെ എന്നിട്ടും അത് കഴിക്കുന്നില്ല. ആ ക്രീച്ചർ ആ ഫുഡ് തട്ടിയിടും. ആ ടൈമിലാണ് ഇവരുടെ കയ്യിലുള്ള ഒരു മിന്റ് താഴെ വീഴുന്നത്. അതായത് ഡബിൾ മിന്റ് ഒക്കെ പോലെയുള്ളൊരു മിഠായി. ആ നിലത്തേക്ക് വീണ മിന്റ് ആണെങ്കിലോ ഈ ക്രീച്ചർ വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ആ മിന്റ് അവിടെയുള്ള ഫുഡിൽ കലക്കിയ ശേഷം ആ ക്രീച്ചറിന് കൊടുക്കും. അതുകൊണ്ട് തന്നെ ക്രീച്ചർ ആ ഫുഡും കഴിക്കും. അങ്ങനെ കുറച്ച് നാളുകൾ കടന്നു പോകും. 20 ദിവസം കഴിയുമ്പോൾ ആ ക്രീച്ചർ അത്യാവശ്യം വളർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാ ക്രീച്ചറിന് ഏറെക്കുറെ മനുഷ്യന്റെ രൂപമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഒരു പെൺകുട്ടിയുടെ ഉടുപ്പ് ആ ക്രീച്ചറിന് ഇട്ട് കൊടുക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഹീറോയിൻ ആ ക്രീച്ചറിന് ആൽഫബറ്റ് പഠിപ്പിച്ചു കൊടുക്കും. ആ ടൈമിലാണ് ഹീറോയിൻ്റെ ഉടുപ്പിലുള്ള ഞേഡ് എന്ന വാക്ക് ആ ക്രീച്ചർ ഉണ്ടാക്കുന്നത്. ഇത് കണ്ട ഹീറോയിൻ ആ വാക്ക് റിവേഴ്സിൽ വായിക്കും. ആ ടൈമിൽ ഡ്രെൻ എന്നായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ആ ക്രീച്ചറിന് ഡ്രെൻ എന്ന് പേരിടും. അങ്ങനെ പിന്നീട് ഡ്രെൻ ഇവിടെ നിന്നാൽ ആപത്താണെന്നും അവളെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വലിയ വിഷയമാകുമെന്നുമൊക്കെ ഹീറോയിനോട് പറയും. രണ്ടുപേരും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടിയുണ്ടാക്കുന്ന ടൈമിലാണ് അങ്ങോട്ടേക്ക് കെവിൻ എത്തുന്നത്. കെവിൻ ഇവരുടെ ശബ്ദം അകത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കെവിൻ ഡോറ് തുറന്ന് ആ റൂമിലേക്ക് കയറും. കെവിൻ അപ്പോഴേക്കും ഡ്രെന്നിനെ കാണുകയും ചെയ്യും. കെവിനെ കണ്ട ഡ്രെന്നാണെങ്കിലോ അവൻ്റെ മേത്തേക്ക് കയറി അവനെ ആക്രമിക്കാനേ തുടങ്ങും. ഈ ടൈമിൽ ഹീറോയിൻ എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഡ്രെന്നിനെ കൺട്രോളും ചെയ്യും. ഇത് കണ്ട കെവിനാണെങ്കിലോ പേടിച്ച റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. കെവിൻ ഇതൊക്കെ പുറത്തു പോയി പറയുമോ എന്നുള്ള പേടി രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രെന്നിനെ ഒരു പെട്ടിയിലാക്കിയ ശേഷം ഇവർ അവിടെ നിന്ന് കടത്താനായിട്ട് നോക്കും. പക്ഷേ ഡ്രെന്നിന് ബോഡി കണ്ടീഷൻ ഒട്ടും ഓക്കെയല്ലായിരുന്നു. അവൾ ഛർദ്ദിക്കാനായൊക്കെ തുടങ്ങും. ഇതൊക്കെ കണ്ട ഹീറോ നടന്ന കാര്യങ്ങളെല്ലാം കെവിനോട് പറയും. ഇത് കേട്ട കെവിനാണെങ്കിലോ ഹീറോയിനോട് എങ്ങനെയെങ്കിലും എല്ലാം പറഞ്ഞ് ഇതെല്ലാം നിർത്തണമെന്ന് പറയും. ഇത് കേട്ട ഹീറോ ഞാൻ അവളോട് പറയാമെന്ന് പറയും. പിന്നീട് ഡ്രെന്നിന് ബോഡി മുഴുവൻ ചൂടാകും. അതുകൊണ്ട് തന്നെ രണ്ടുപേരും അവളെ പച്ചവെള്ളത്തിലേക്ക് ഇടും. ആ ടൈമിലാണ് ഹീറോ അവളെ മുക്കി കൊലപ്പെടുത്താൻ നോക്കുന്നത്. ഇത് കണ്ട ഹീറോയെ കുറെ തടുത്തു നിർത്താൻ നോക്കും. പക്ഷേ ഹീറോ അവളെ മുക്കി കൊലപ്പെടുത്തും. വെള്ളത്തിനകത്ത് ട്രെന്നിന് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. ഇത് കണ്ട ഹീറോയിൻ നല്ല വിഷമത്തിലുമാകും. ആ ടൈമിലാണ് പെട്ടെന്ന് ട്രെൻ കണ്ണു തുറക്കുന്നത്. നോക്കുമ്പോഴോ വെള്ളത്തിനടിയിൽ അവൾക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു. കാരണം എന്തെന്നാൽ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവിയുടെ DNA-യും ഇവളുടെ ബോഡിയിലുണ്ടായിരുന്നു. ഇത് കണ്ട ഹീറോ ശരിക്കും ഷോക്കാകും. ശരിക്കും ഹീറോ അവളെ കൊലപ്പെടുത്താൻ നോക്കിയതായിരുന്നു. പക്ഷേ ഇത് കണ്ട ഹീറോയിനാണെങ്കിലോ ഹീറോ ട്രെന്നിനെ രക്ഷപ്പെടുത്താൻ നോക്കിയതാണെന്നും ടെസ്റ്റ് ചെയ്തതുമാണെന്നും ഒക്കെ ഓർക്കും. അങ്ങനെ പിന്നീട് വീണ്ടും കുറെ നാൾ കടന്നു പോകും. ട്രെൻ നല്ലതുപോലെ വലുതാകും. ഹീറോയിൻ അവൾക്കൊരു പാവയെ കളിക്കാൻ കൊടുത്ത ശേഷം അവിടുന്ന് പോവുകയും ചെയ്യും. ട്രെൻ കാരണം ഇപ്പോൾ രണ്ടുപേർക്കും സമാധാനമില്ല. പിന്നീടാണ് ഹീറോയും ഇൻറ്റിമേറ്റ് ആകുന്നത്. ഇവർ ഈ കാര്യമൊക്കെ ചെയ്യുന്നത് അവിടെ നിന്ന് ട്രെൻ കാണുന്നുമുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഇവരുടെ കമ്പനി വലിയൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. കമ്പനിയിലുള്ള ബോർഡ് മെമ്പർമാരെയും VIP ആയിട്ടുള്ള ആളുകളെയും എല്ലാം വിളിച്ച് ഹീറോയും ഉണ്ടാക്കിയ ആ ക്രീച്ചറിനെ കാണിക്കും. അതായത് ഫ്രെഡിനെയും ജിഞ്ചറിനെയും കാണിക്കും. ഇത് കണ്ട എല്ലാവരും അത്ഭുതപ്പെടുകയും ചെയ്യും.
ഇതെല്ലാം കൊണ്ട് തന്നെ അവർക്ക് വലിയ പേര് കിട്ടുമെന്ന് ഹീറോയും ഓർക്കുകയും ചെയ്യും. ആ ക്രീച്ചറിനെ ഇട്ട കൂടെ ഇവർ തുറന്നു വിടുകയും ചെയ്യും. അപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാത്തൊന്ന് നടക്കുന്നത്. അതായത് മുമ്പ് ആണും പെണ്ണുമായിട്ടുള്ള ആ ക്രീച്ചറിൽ പെണ്ണായ ക്രീച്ചർ ഇപ്പോൾ ആണായി മാറിയിട്ടുണ്ട്. ഇപ്പോഴാ കൂടിനകത്തുള്ളത് രണ്ടും ആണായിട്ടുള്ള ക്രീച്ചറാണ്. ആ ക്രീച്ചറുകൾ തമ്മിൽ അടി ഉണ്ടാക്കാനായിട്ടും തുടങ്ങും. അടിയുണ്ടാക്കി ബ്ലഡ് ചിതറി രണ്ട് ക്രീച്ചറും അവിടെ മരണപ്പെടുകയും ചെയ്യും. ഈ ബ്ലഡ് അവിടെയുള്ള ആളുകളുടെ മേത്ത് തെറിച്ചിട്ടുമുണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാ ആളുകൾക്കും ഇത് അറപ്പുണ്ടാക്കുകയും ചെയ്യും. പിന്നീട് ജോവാന ഹീറോയും വിളിച്ച ശേഷം നിങ്ങൾ കാരണം ഇപ്പോൾ കമ്പനിക്ക് നാണക്കേടായിട്ടുണ്ടെന്ന് പറയും. ഇത് കേട്ട രണ്ടുപേരും നടന്ന കാര്യങ്ങളെല്ലാം വിശദമാക്കും. കൂടെ ഉണ്ടായിരുന്ന ആ പെണ്ണായ ക്രീച്ചർ ആണായി മാറിയതാണെന്ന് പറയും. ഇതൊക്കെ കേട്ട ജോവാന ആണെങ്കിലോ മുകളിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്, നിങ്ങൾ ഈ പരീക്ഷണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് ആ ഓർഡർ എന്ന് പറയും. അങ്ങനെ പിന്നീട് നടന്ന പ്രശ്നങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് കെവിനും ഹീറോയും അടിയുണ്ടാക്കും. ഇത് കേട്ട ഹീറോയിൻ രണ്ടുപേരെയും എങ്ങനെയൊക്കെയോ സമാധാനിപ്പിക്കുകയും ചെയ്യും. പിന്നീട് അവർ ട്രെന്നിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണമെന്നോർക്കും. അവർക്ക് അവിടെ പഴയൊരു വീടുണ്ടായിരുന്നു. ഹീറോയും ട്രെന്നിനെയും കൊണ്ട് ആ വീട്ടിലേക്ക് പോകും. പക്ഷേ ആ വീടിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴോ ട്രെൻ പേടിച്ച ശേഷം അവിടെ നിറഞ്ഞു ഓടുകയും ചെയ്യും. ഇത് കണ്ട ഹീറോയും ട്രെന്നിനെ തേടി അവിടെ മുഴുവൻ നടക്കും. അങ്ങനെ ഒടുവിൽ ട്രെന്നിനെ കണ്ടും പിടിക്കും. അപ്പോഴാണ് കാണുന്നത് അവിടെയുള്ളൊരു മുയലിനെ ട്രെൻ കഴിക്കുന്നത്. ഇത് കണ്ട ഹീറോയും ശരിക്കും ഷോക്കായി പോവുകയും ചെയ്യും. അങ്ങനെ പിന്നീട് ട്രെന്നിനെ ആ വീട്ടിൽ അടച്ച ശേഷം എന്നത്തെയും പോലെ ഹീറോയും ജോലിക്ക് പോകും. ട്രെന്നിനെ വാച്ച് ചെയ്യാൻ വേണ്ടി അവളുടെ മുറിയിൽ ഒരു ക്യാമറയും വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് ട്രെൻ ഹീറോയിൻ്റെ വസ്തുക്കളെല്ലാം എടുത്ത് കണ്ണാടിയിൽ നോക്കുന്നതും. പിന്നീട് രാത്രിയാകുമ്പോൾ ഹീറോയും ട്രെന്നിനെ കാണാനായി വരും. ട്രെന്നിന് ഫുഡ് കഴിക്കാനായും കൊടുക്കും. പക്ഷേ ട്രെൻ അത് കഴിക്കുന്നില്ലായിരുന്നു. അവിടെയുള്ള ലെറ്ററുകളെല്ലാം അടുക്കിയ ശേഷം ഔട്ട്സൈഡ് എന്ന് ട്രെൻ കാണിക്കും. അതായത് അവൾക്ക് പുറത്തേക്ക് പോകണമെന്ന് കാണിക്കും. ഇത് കേട്ട ഹീറോയിൻ അവളെ വിടില്ലെന്നും പറയും. അപ്പോഴേക്കും ട്രെൻ നല്ല ദേഷ്യത്തിലാകും. അവൾ ആ ടേബിൾ മറിച്ചിടും. പിന്നീട് അവിടെയുള്ള വസ്തുക്കളെല്ലാം വലിച്ചെറിയുകയും താഴെ ഇടുകയും ഒക്കെ ചെയ്യും. ഇത് കണ്ട് ദേഷ്യം വന്ന ഹീറോയിൻ അവളെ വഴക്ക് പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്യും. ഹീറോ ആണെങ്കിൽ ഹീറോയിനെ സമാധാനിപ്പിക്കുകയും ചെയ്യും. ആ ടൈമിലാണ് പെട്ടെന്ന് വീടിന് മുകളിലുള്ള ഗ്ലാസ് പൊട്ടിച്ച ശേഷം ട്രെൻ പുറത്തേക്ക് പോകുന്നത്. അവൾ ആ വീടിന് മുകളിലേക്ക് കയറുന്നത്. ഇത് കണ്ട ഹീറോയും അപ്പോൾ തന്നെ വീടിന് മുകളിലേക്ക് പോകും. ട്രെന്നിനെ തടുത്ത് നിർത്താൻ നോക്കും. പെട്ടെന്നാണ് ട്രെൻ കാല് വഴുതി താഴേക്ക് വീഴാൻ പോകുന്നത്. നോക്കുമ്പോഴോ അവൾ താഴേക്ക് വീഴില്ല. ആ ടൈമിൽ അവൾക്ക് ചിറക് മുളച്ചിട്ടുണ്ടായിരുന്നു. അവൾ ആ ചിറകുമായി അവിടുന്ന് പറന്നു പോകാനായി നോക്കും. പക്ഷേ ഹീറോ അവളെ തടുത്ത് നിർത്താൻ നോക്കും. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഹീറോ അവളോട് പറയും. ഇത് കേൾക്കുമ്പോൾ ട്രെൻ അവിടുന്ന് പോവുകയുമില്ല. അവൾ ഹീറോയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യും. അങ്ങനെ പിന്നീട് ഹീറോയിൻ ട്രെന്നുമായി ടൈം ചിലവഴിക്കും. ഹീറോ മാത്രം വർക്കിന് പോവുകയും ചെയ്യും. ഇവിടെ ഹീറോയിൻ കുറേ മേക്കപ്പ് ഒക്കെ ട്രെന്നിന് ഇട്ട് കൊടുക്കും. അവളെ കാണാൻ നല്ല അടിപൊളിയായിട്ടുമുണ്ട്. ഈ ടൈമിലൊക്കെ ട്രെന്നിന് ഹീറോയോട് എന്തൊക്കെയോ അഫെക്ഷൻ ഉണ്ടായിരുന്നു. ട്രെന്നിന് അവിടെയുള്ളൊരു പൂച്ചയെ ഇഷ്ടപ്പെടും. അവൾ ആ പൂച്ചയെ കെട്ടിപ്പിടിച്ച് കിടക്കുകയും ചെയ്യും. ആ ടൈമിലാണ് ഹീറോയിൻ അവിടേക്ക് എത്തുന്നത്. ഓൾറെഡി നിനക്ക് നല്ല മാറ്റമുണ്ട്. ഈ ടൈമിൽ ഈ പൂച്ച നിന്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞ ശേഷം ഹീറോയിൻ ആ പൂച്ചയും കൊണ്ട് പോകും. ഇത് കാരണം ട്രെൻ വിഷമിക്കുകയും ചെയ്യും. അങ്ങനെ രാത്രിയാകുമ്പോൾ ഹീറോ വീട്ടിലേക്ക് വരും. ട്രെന്നിവിടെ വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു. ഹീറോയിനാണെങ്കിലോ ഉറങ്ങിയിട്ടുമുണ്ടായിരുന്നു. വീട് മൊത്തത്തിൽ നിശബ്ദമാകും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പാട്ട് കേൾക്കാമെന്നോർത്ത് ഹീറോ അവിടെ ഒരു പാട്ട് വെച്ച ശേഷം ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങും. ഈ ടൈമിൽ ഹീറോ അവിടെ നിൽക്കുന്ന ട്രെന്നിനെയും വിളിക്കും. ട്രെന്നും അങ്ങനെ ഹീറോയുടെ കൂടെ വന്ന് ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങും. രണ്ടുപേരും കുറേ നേരം നല്ല ഹാപ്പി ആയിട്ടിരിക്കും. ഈ ടൈമിലാണ് ഹീറോയ്ക്ക് ട്രെന്നിനെ തൊടുമ്പോൾ ഹീറോയിനെ തൊടുന്ന അതേ ഫീൽ ഉണ്ടാകുന്നത്. ഈ ടൈമിൽ ഹീറോയ്ക്ക് ചെറിയ ഡൗട്ടും അടിക്കും. ഹീറോയിൻ അവളുടെ തന്നെ DNA ആണോ ട്രെന്നിന് ഉപയോഗിച്ചതെന്ന്. അതുകൊണ്ട് തന്നെ ഹീറോ ഈ കാര്യം പിറ്റേ ദിവസം ഹീറോയിനോട് ചോദിക്കുകയും ചെയ്യും. ഒരു വഴിയുമില്ലാതെ ഹീറോയിൻ സമ്മതിക്കുകയും ചെയ്യും. ഇത് കേട്ട ഹീറോയ്ക്ക് നല്ല ദേഷ്യവും വരും. അങ്ങനെ പിന്നീട് ട്രെൻ മുമ്പ് ഒരു പൂച്ചയുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നല്ലോ. ആ പൂച്ചയെ തന്നെ ഹീറോയിൻ അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കും. പക്ഷേ ഈ ടൈമിൽ എന്ത് പറ്റിയെന്നറിയില്ല. എന്തൊക്കെയോ തോന്നിയ ട്രെൻ അവളുടെ വാലിൻ്റെ കൂർത്ത അറ്റം കൊണ്ട് ആ പൂച്ചയെ കൊലപ്പെടുത്തുകയും ചെയ്യും. ഇത് കണ്ട ഹീറോയിന് നല്ല ദേഷ്യം വരും. അവൾ ട്രെന്നിൻ്റെ മുഖത്തടിക്കും. ട്രെന്നാണെങ്കിലോ ഹീറോയിനെ ആക്രമിച്ച ശേഷം ഹീറോയിൻ്റെ കഴുത്തിലുള്ള ആ താക്കോലെടുക്കും. ആ താക്കോലും എടുത്തുകൊണ്ട് ഈ റൂം വിട്ട് പുറത്തേക്ക് പോകാനായിട്ട് നോക്കും. ആ ടൈമിലാണ് ഹീറോയിൻ ട്രെന്നിൻ്റെ തലയ്ക്ക് അടിച്ച് വീഴ്ത്തുന്നത്. പിന്നീട് ഹീറോയിൻ ട്രെന്നിൻ്റെ വാലിലുള്ള ആ കൂർത്ത വശം മുറിച്ച് കളയുകയും ചെയ്യും. ഈ ടൈമിൽ ട്രെൻ ഉറക്കെ കാറും. അകത്തേക്ക് വന്ന ഹീറോ ഇത് കാണുന്നുമുണ്ടായിരുന്നു. നടന്ന കാര്യങ്ങളെല്ലാം ഹീറോയിൻ ഹീറോയോട് പറയും. അതോടൊപ്പം തന്നെ ഹീറോയിൻ അവളുടെ ഒരു പ്രോട്ടീൻ സാമ്പിൾ എടുക്കും.
എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നറിയാൻ വേണ്ടി ഹീറോയിൻ അതിൽ പരീക്ഷണം നടത്താനായിട്ട് പോകും. ട്രെന്നിനെ കണ്ട ഹീറോയ്ക്ക് കഷ്ടം തോന്നുന്നുമുണ്ടായിരുന്നു. പിന്നീട് ഹീറോ റൂമിലേക്ക് പോയി ലാപ്പ് എടുത്ത് ട്രെന്നിരിക്കുന്ന റൂമിൽ ക്യാമറ നോക്കും. ആ ടൈമിൽ ട്രെന്നാണെങ്കിലോ ന്യൂഡായിട്ട് കുളിക്കാൻ പോവുകയായിരുന്നു. ഇത് കണ്ട ഹീറോ അതിൽ മുഴുകിയിരിക്കുകയും ചെയ്യും. പെട്ടെന്നാണ് ഹീറോയ്ക്ക് അവൻ എത്ര വലിയ തെറ്റാ ചെയ്യുന്നതെന്ന് തോന്നുന്നതും. പിന്നീട് ഹീറോ പിറ്റേ ദിവസം ട്രെന്നിനെ കാണാനേ വരും. പെട്ടെന്നാണ് ട്രെൻ ന്യൂഡായി വന്ന് ഹീറോയെ കെട്ടിപ്പിടിക്കുന്നത്. ആ ടൈമിൽ ഹീറോ അവളെ തട്ടി മാറ്റിയ ശേഷം ഇതൊക്കെ തെറ്റാണെന്ന് പറയും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഹീറോ അറിയാതെ അവളുമായി കിസ്സും ചെയ്യും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഹീറോയിനകത്തേക്ക് കയറി വന്നത്. ഇത് കണ്ട ഹീറോയിൻ ശരിക്കും ഷോക്കായി പോകും. ഹീറോ എങ്ങനെയൊക്കെയോ ഹീറോയിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കും. പക്ഷേ ഹീറോയിൻ ദേഷ്യം വന്ന് അവിടുന്ന് വണ്ടിയും എടുത്തുകൊണ്ട് അവരുടെ ആ ഫ്ലാറ്റിലേക്ക് പോകും. പുറകെ തന്നെ ഹീറോയിൻ ഫ്ലാറ്റിലേക്ക് പോയി ഹീറോയിനോട് കുറേ ക്ഷമ ചോദിക്കും. ഈ ടൈമിൽ ഹീറോയിൻ പറയും നിങ്ങൾ വലിയ തെറ്റാ ചെയ്തതെന്ന്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഹീറോയ്ക്ക് ദേഷ്യം വരും. നീ കാരണമാണ് ഇങ്ങനെയെല്ലാം നടന്നത്. നീ എന്തിനാണ് ഇങ്ങനെയൊരു മൃഗത്തെ ഉണ്ടാക്കി അതിനെ നോക്കിയത് എന്ന് ചോദിക്കും. ആ ടൈമിലാണ് അവൾ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് ഹീറോയിന് പിടികിട്ടുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഹീറോയിൻ ആ പ്രോട്ടീൻ സാമ്പിളിനെ കുറിച്ച് പറയും. ഹീറോയിൻ പറയും ആ സാമ്പിൾ അങ്ങനെയാണ്, പോകും തോറും ഉള്ളിലുള്ള ആക്രമിക്കാനുള്ള തോന്നലും അതോടൊപ്പം തന്നെ സെക്ഷൽ ഫീലിങ്ങും കൂടി വരുമെന്ന്. ഇത് കേട്ട ഹീറോ ഷോക്കായി പോകും. ട്രെൻ കാരണം ആർക്കും ഒരു പ്രശ്നമുണ്ടാകല്ലെന്ന് രണ്ടുപേരും ഓർക്കും. രണ്ടുപേരും ട്രെന്നിനെ കൊലപ്പെടുത്താനായി തുടങ്ങും. രണ്ടുപേരും ട്രെന്നുള്ള ആ റൂമിലേക്ക് വരും. പക്ഷെ അവിടെയെങ്ങും അവളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ അവളെ അന്വേഷിക്കാനായി തുടങ്ങും. അപ്പോഴാണ് കാണുന്നത് ട്രെൻ അവിടെയുള്ളൊരു വെള്ളത്തിനടിയിൽ കിടക്കുന്നത്. ട്രെന്നിന് മൊത്തത്തിൽ വയ്യാതായിട്ടുണ്ടായിരുന്നു. ഹീറോയും ട്രെന്നിനെ അവിടേക്ക് കൊണ്ട് കിടത്തും. പക്ഷെ അവൾക്ക് അനക്കമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രെൻ മരണപ്പെട്ടുവെന്ന് ഹീറോയിൻ ഓർക്കും. അവൾക്ക് നല്ല വിഷമവുമാകും. പിന്നീട് ട്രെന്നിനെ കുഴിച്ചിടാൻ വേണ്ടി അവർ അവിടെ ഒരു കുഴിയെടുത്ത ശേഷം അവളെ കുഴിച്ചിടും. അതോടൊപ്പം തന്നെ അവൾ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവെല്ലാം നശിപ്പിക്കാൻ വേണ്ടി അവൾ ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും ഇവർ കത്തിച്ചു കളയും. പക്ഷേ ആ ടൈമിലാണ് അവിടേക്ക് ബാർലോ എത്തുന്നത്. കാരണം കെവിൻ എല്ലാ കാര്യങ്ങളും ബാർലോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ബാർലോ അവരെ വഴക്ക് പറയും. അതോടൊപ്പം തന്നെ ട്രെൻ എവിടെയെന്നും ചോദിക്കും. ഈ ടൈമിൽ ഹീറോ പറയും അവൾ മരണപ്പെട്ടു, അവളെ ഞങ്ങൾ കുഴിച്ചിട്ടുവെന്ന്. വേണമെങ്കിൽ തോണ്ടി നോക്കിക്കോളാൻ പറഞ്ഞ് ഹീറോ മൺവെട്ടി ബാർലോയുടെ കയ്യിലേക്ക് കൊടുക്കും. ഈ ടൈമിലാണ് ട്രെന്നിനെ കുഴിച്ചിട്ട് അവിടം കാണിക്കുന്നത്. നോക്കുമ്പോഴോ ട്രെൻ മണ്ണിൽ നിന്ന് പുറത്തേക്ക് വന്ന് ബാർലോയെ എടുത്തുകൊണ്ട് പോകും. ബാർലോയെ അവൾ കൊലപ്പെടുത്തും. ട്രെന്നിന്റെ ശബ്ദം കേട്ട് വീടിന് മുകളിലേക്ക് നോക്കുമ്പോഴോ അപ്പോഴാണ് വലിയൊരു ട്വിസ്റ്റ്. അതായത് മുമ്പ് ഫ്രെഡും ജിഞ്ചറും കൂട്ടിലുണ്ടായിരുന്ന ടൈമിൽ പെണ്ണായിട്ടുള്ള ക്രീച്ചറും ആണായി മാറിയിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ ഇവിടെ ട്രെന്നും ആണായി മാറും. മുമ്പുള്ളതിനേക്കാൾ ആക്രമിക്കുന്നതും കൂടും. ഇത് കണ്ട എല്ലാവരും ഷോക്കായി നിൽക്കും. ട്രെൻ അവിടെ നിന്ന് പറന്നു വന്ന് കെവിനെയും തൂക്കിക്കൊണ്ടുപോകും. പിന്നീട് ഹീറോയും കെവിനെയും അന്വേഷിച്ചിറങ്ങും. ആ ടൈമിലാണ് ഹീറോയുടെ കയ്യിലുള്ള ടോർച്ച് അവിടെയുള്ള വെള്ളത്തിലേക്ക് പോകുന്നത്. ഹീറോ അതെടുക്കാനായി വെള്ളത്തിലേക്ക് കൈയിടുമ്പോഴോ ട്രെൻ വെള്ളത്തിനടിയിലുണ്ടായിരുന്നു. ട്രെൻ ഹീറോയുടെ കയ്യിൽ പിടിച്ച് ഹീറോയെ വെള്ളത്തിലേക്ക് വലിച്ചിടും. പക്ഷേ ഹീറോ എങ്ങനെയൊക്കെയോ ആ വെള്ളത്തിന് രക്ഷപ്പെടും. അപ്പോഴാണ് ട്രെൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത്. ട്രെൻ ഹീറോയിനെ നോക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ഹീറോയിൻ അവിടുന്ന് പേടിച്ചോടും. പുറകെ തന്നെ ട്രെന്നും ഓടും. ആ ടൈമിൽ ഹീറോയിൻ അവിടെ തട്ടി വീഴുകയും ചെയ്യും. അപ്പോഴാണ് അവിടേക്ക് എത്തിയ ട്രെൻ ഹീറോയിനെ റേപ്പ് ചെയ്യുന്നത്. പിന്നീടാണ് ഹീറോ അവിടേക്ക് ഒരു കമ്പുമായി വന്ന് ട്രെന്നിനെ കുത്തുന്നത്. പക്ഷേ ട്രെൻ അപ്പോഴും മരണപ്പെടില്ല. ട്രെൻ ആ കമ്പ് പറിച്ചെടുത്ത ശേഷം ഹീറോയെ ആക്രമിക്കാനായി തുടങ്ങും. അപ്പോഴാണ് ഹീറോയിൻ അവിടെയുള്ളൊരു കല്ലെടുത്ത ശേഷം ട്രെന്നിൻ്റെ തലയ്ക്കടിക്കുന്നത്. പക്ഷേ ആ ടൈമിലാണ് ട്രെൻ വീണ്ടും വാലുപയോഗിച്ച് ഹീറോയെ കുത്തുന്നത്. ഹീറോയെ കുത്തി കൊലപ്പെടുത്തുന്നത്. ആ ടൈമിൽ തന്നെ ഹീറോയിനും കുറെ തലയ്ക്കടിച്ച് ട്രെന്നിനെയും കൊലപ്പെടുത്തും. അങ്ങനെ ഹീറോയിൻ കാരണം ഇപ്പോൾ ഹീറോയും കെവിനും അതോടൊപ്പം തന്നെ കാർലോയും മരണപ്പെട്ടു. പിന്നീട് നമ്മളെ കാണിക്കുന്നത് കുറെ നാളുകൾ കഴിഞ്ഞുള്ളതാണ്. കമ്പനിയിലുള്ള ജോവാന ഹീറോയിന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയും. ഹീറോയിൻ ജീവൻ പണയം വെച്ചാണ് ഇതൊക്കെ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അവളോട് ക്ഷമിച്ചു എന്നുള്ള കാര്യം ജോവാന പറയും. അതോടൊപ്പം ഇനി മനുഷ്യൻ്റെ DNA ഉപയോഗിച്ചില്ലെങ്കിൽ വീണ്ടും പരീക്ഷണം തുടങ്ങാമെന്നുള്ള കാര്യം ജോവാന പറയും. ഇതൊക്കെ കേട്ട ഹീറോയിനും ഓക്കെ പറയും. അപ്പോഴാണ് വീണ്ടും ഒരു ട്വിസ്റ്റ്. അതായത് ഹീറോയിൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. ഈ കുട്ടി മറ്റാരുടെയുമല്ല ട്രെന്നിൻ്റെ ആയിരുന്നു. ആ ടൈമിൽ ഹീറോയിൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഓർത്ത് നല്ലതുപോലെ വിഷമിക്കുകയും ചെയ്യും. അങ്ങനെ ഇതോടെ ഈ മൂവിയും തീരും.